ഒരു സ്വഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറഞ്ഞില്ലേ, എന്റെ ഉപ്പ എന്റെ സ്വത്തൊക്കെ അടിച്ച് പോക്കറ്റിൽ നിന്ന് എടുക്കുന്നുണ്ട്, അതെങ്ങൾ അങ്ങനെ എടുക്കണത്? അപ്പൊ ആ സ്വഹാബിയുടെ ഉപ്പാന്റെ ഉത്തരം, നബിയെ എന്താ, ഞാൻ എന്റെ മോനെ ചെറുപ്പത്തിൽ വളർത്തുമ്പോ എത്ര കഷ്ടപ്പെട്ടിട്ട് വളർത്തിയത്, അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ. രോഗമുള്ള കാലത്ത് അവന് വേണ്ടി ഞാൻ ഉറക്കൊഴിഞ്ഞിട്ടുണ്ട്, അവന് എത്ര 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 ഹിദ്മത്താ ഞാൻ ചെയ്തു കൊടുത്തു. അന്നൊക്കെ ഞാൻ ചിന്തിച്ചത് അവൻ വലുതായാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടുന്ന. ഇപ്പൊ എന്തെങ്കിലും ഒരു ചില്ലറ എടുക്കുമ്പോഴേക്കും പരാതിയായിട്ട് തങ്ങളുടെ അടുത്തേക്കല്ലേ വന്നത്. തങ്ങൾ കരഞ്ഞുപോയി, കണ്ണ് നിറഞ്ഞിട്ട് തങ്ങൾ പറയാം, അന്തവ മാലുക ലി അബീക, നിന്റെ സ്വത്ത് മാത്രമല്ല നിന്റെ ഉപ്പാൻ്റെത്, നീ എന്റെ ഉപ്പാൻ്റെതാണ്, നീ തന്നെ നിന്റെ ഉപ്പാൻ്റെ ഉള്ളതാണ്. എന്നിട്ടല്ലേ സ്വത്ത്, നിന്റെ സ്വത്ത് എടുക്കണമെന്നല്ല, നിന്നെ തന്നെ എടുക്കാം. ഓ കണ്ടോ, ഉപ്പാക്കും ഉമ്മാക്കും നമ്മൾക്ക് ആവശ്യമുള്ള സ്വത്ത് അവർക്ക് കൊടുക്കാൻ അള്ള തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കൊടുക്കണില്ലെങ്കിൽ അവരെടുത്താലും കുഴപ്പമില്ല എന്നാണ് ഇതിന്റെ വ്യാഖ്യാനങ്ങൾ മഹാന്മാർ എഴുതി വെക്കുന്നത്.